ഗുജറാത്തിൽ കോൺഗ്രസിന് തിരിച്ചടി. ബിജെപിക്ക് ജയമൊരുക്കിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലേഷ് കുംബാനി ബിജെപിയിലേക്ക്. നാമനിർദ്ദേശ പത്രികയിൽ ബോധപൂർവം പിഴവ് വരുത്തിയ നീലേഷ് കുംബാനി ബിജെപിയിൽ ചേർന്നു എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, വിശദാംശങ്ങൾ. കാവ്യ, ഗുജറാത്തിലെ സൂരജിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നീലേഷ് കുംബാനിയുടെ നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ ദിവസമായിരുന്നു ഈ തള്ളിക്കളഞ്ഞത്. അത് നാമനിർദ്ദേശ പത്രികയിലെ ഒപ്പുകൾ വ്യാജമെന്ന അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു നീലേഷ് കുംബാനിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കളഞ്ഞത്. അതോടൊപ്പം തന്നെ ഡെമ്മിയുടെയും നാമനിർദ്ദേശ പത്രിക തള്ളിക്കളയുകയും മറ്റ് 8 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അവരുടെ പത്രിക പിൻവലിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബിജെപി സ്ഥാനാർത്ഥി സൂറത്തിൽ നിന്നും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്നാലും ഇതിന് പിന്നാലെ നീലേഷ് കുംബാനി ഒളിവിലാണ് ഇപ്പോഴും ഉള്ളത്. അതിനിടെ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നീലേഷ് കുംബാനി ബിജെപിയിൽ ചേരുമെന്നതാണ്. പക്ഷേ നീലേഷ് കുംബാനി ഇപ്പോഴും ഒളിവിലാണ്. അദ്ദേഹത്തെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുന്നത്. എന്നിരുന്നാൽ പോലും നിലവിൽ കോൺഗ്രസിനെതിരെ പോലും വിമർശനം ശക്തമാകുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുന്നേ തന്നെ ഒരു സീറ്റ് ബിജെപിക്ക് വിജയിക്കാൻ വിട്ടു നൽകിയ എന്നതടക്കമുള്ള ആക്ഷേപമാണ് കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നീലേഷ് കുംബാനിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ നീലേഷ് കുംബാനിയുടെ വസതിക്ക് മുന്നിൽ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. കാവ്യ.